പൂക്കളമൊരുക്കാൻ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന പൂക്കളെ ആശ്രയിച്ചിരുന്ന കാലം വിട്ടൊഴിയുകയാണ്. വിവിധ ജില്ലകളിൽ നിന്നും പൂക്കൃഷി ചെയ്ത് 100 മേനിക്കുയിര കർഷകരെ ഇതിനോടകം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. 5 സെന്റ് സ്ഥലത്ത് പൂക്കൃഷി ചെയ്ത് മികച്ച വിളവ് നേടിയ ഇടുക്കി സ്വദേശിയായൊരു ഫ്ലവർ ഷോപ്പ് ഉടമയുടെ വിജയകഥയാണ് ഇനി. ഓരോ ഓണക്കാലത്തും വലിയ വില കൊടുത്ത് ബാംഗ്ലൂരിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പൂവെത്തിച്ച് വിൽപ്പന നടത്തിയിരുന്ന അണക്കര സ്വദേശി രാജു ചാക്കോ പരീക്ഷണാടിസ്ഥാനത്തിലാണ് പൂക്കൃഷി ചെയ്തത്. സുഹൃത്ത് കൃഷിക്കായി വിട്ടു നൽകിയ 5 സെന്റ് സ്ഥലത്ത് ബാംഗ്ലൂരിൽ നിന്നെത്തിച്ച ബന്ദി തൈകൾ നട്ടു. ശേഷം ചിട്ടയായ പരിചരണം. 70 ദിവസത്തിനിപ്പുറം വലിപ്പത്തിലും നിറത്തിലും ഇതര സംസ്ഥാന ബന്ദിപ്പൂക്കളെ വെല്ലുന്ന വിളവ്. 30 വർഷമായിട്ട് പൂക്കട നടത്തുവാണ്. ഞാൻ അണക്കര വന്ന് 5 വർഷമായി കട നടത്തുമ്പം ഞാൻ ബാംഗ്ലൂരിൽ നിന്നും തേനിയിൽ നിന്നൊക്കെയാണ് പൂ കൊടുക്കുന്നത്. നമ്മുടെ സുഹൃത്തിന് ഞാൻ കുറച്ച് തൈ മേടിച്ചു കൊടുത്തു. ഇത് കൃഷി ചെയ്തപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ്. ഞാൻ ഒരു 1000 തൈ മേടിച്ചു വെച്ചു. ആദ്യമൊക്കെ ഭയങ്കര മഴയായിരുന്നു, എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അത് കഴിഞ്ഞ് ദൈവാനുഗ്രഹത്തിൽ തൈ അങ്ങോട്ട് പോയിട്ടായി കയറി വന്നു. നല്ല ഒരു പൂവും നല്ലൊരു എനിക്ക് തോന്നി. പിന്നെ അതിലേക്ക് കൂടുതൽ വർക്ക് ചെയ്യാമെന്ന് തോന്നി. അപ്പോൾ ഒരു ഇൻട്രസ്റ്റായി. അങ്ങനെയാണ് ഇതിലേക്ക് വരാൻ കാരണം. ഒത്തിരി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ വെറുതെ കിടക്കുന്നതും ഒന്നും ഇതിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ നല്ലതായിരിക്കും. എന്തോരം പോകേണ്ടത് ഞാൻ എടുത്തോളാം. എൻ്റെ കടയിൽ കൊണ്ട് തന്നായി ആ മാർക്കറ്റിലുള്ള വില അനുസരിച്ച് ഞാൻ എടുത്തോളാം. സ്ഥലം തന്നാൽ കൃഷി ചെയ്യും. ഇനി സ്ഥലം തരുവാണെങ്കിൽ നമ്മൾ വീണ്ടും കൃഷി ചെയ്യും ഉറപ്പായിട്ടും. പൂക്കൃഷിയിലേക്ക് കൂടുതൽ കർഷകർ കടന്നു വന്നാൽ വരും വർഷങ്ങളിൽ ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ സംസ്ഥാനത്തിന് ആവശ്യമായ പൂക്കൾ ഉൽപ്പാദിപ്പിക്കാനാകുമെന്നാണ് രാജു പറയുന്നത്. കൃഷിയിലെ പരീക്ഷണം വിജയകരമായതോടെ കൂടുതൽ സ്ഥലത്ത് ചെടികൾ നട്ടുവളർത്തി ഉൽപ്പാദനം കൂട്ടാനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം. പൂക്കൃഷിയിൽ തൽപരരായ കർഷകർക്ക് സഹായങ്ങൾ നൽകാനും രാജു തയ്യാറാണ്. കൃഷി വകുപ്പും ആവശ്യമായ സഹായം രാജുവിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ജനം, ഇടുക്കി.